ഷേവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, വാക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ ഡ്രസ്സിൻ്റെയും ജ്വല്ലറീസിൻ്റെയും റിവ്യൂ ഒന്നുമല്ല, ഒരു എപ്പിലേറ്ററിൻ്റെ റിവ്യൂ ആണ്. ഒരു എപ്പിലേറ്റർ മേടിച്ച് അതിൻ്റെ എല്ലാ പർപ്പസും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കുഞ്ഞുനാളിൽ തൊട്ട് എൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു ഈ കയ്യിലും കാലിലും ഒക്കെ നിറയെ ഹെയർ ഉള്ളത്. ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, എന്താ കാടുങ്ങളെ പോലെ കാലിൽ രോമമുണ്ടോ, കയ്യിൽ രോമമുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ടപ്പേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ എനിക്കത് അന്ന് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കതൊരു വിഷയമൊന്നുമല്ല. പക്ഷേ എന്നാലും അങ്ങനെ വിഷമമുള്ള ആളുകളുണ്ടായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്, അതൊക്കെ ഹെയറൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനൊക്കെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സാധനത്തിന് വേണ്ടി മാത്രം നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്നതാണ്. ഹെയർ റിമൂവ് ചെയ്യാത്തതാണ് കുറച്ചും കൂടി നല്ലതെന്ന് ഞാൻ പറയും. കാരണം സ്കിന്ന് പെട്ടെന്ന് ഡാമേജ് ചെയ്യാതിരിക്കാനും. ശരിക്കും പറഞ്ഞാൽ ഹെയർ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് ഹെയർ എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്ക് ചിലപ്പോൾ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഹെയർ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്നത്. ഈ വാക്സിംഗ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ മുട്ടിന് താഴെ കാലും അതുപോലെ കൈയും ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 2000 രൂപയൊക്കെ വരും. അപ്പോൾ അതൊന്നും എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് ഷേവിങ്. അപ്പോൾ ഷേവിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല. എനിക്ക് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. പെട്ടെന്ന് ഇങ്ങനെ ചൊറിച്ചിലും അങ്ങനെ അതുപോലെ കുഞ്ഞു ഇങ്ങനത്തെ കുരുക്കളും ഒക്കെ ആയിട്ട് വരും. ഷേവിങ് ചെയ്തിട്ട് ഒരു 3-4 ദിവസത്തേക്ക് തന്നെ എനിക്കതൊരു പ്രോബ്ലമാണ്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഈ എപ്പിലേറ്ററിലേക്ക് എത്തിയത്. ഞാൻ ഏകദേശം 1 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ എപ്പിലേറ്റർ. ഇപ്പോൾ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ എപ്പിലേറ്റർ മേടിച്ചത്. നൈക്ക പിങ്ക് സെയിലിൽ വന്നപ്പം മേടിച്ചതാണ്. എനിക്ക് ഏകദേശം 2300 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു എപ്പിലേറ്റർ കിട്ടിയത്. ഇതൊരു ഫിലിപ്സിൻ്റെ എപ്പിലേറ്ററാണ്. പിന്നെ കുറച്ച് ഇതുപോലത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ വാറണ്ടി കാർഡ് മിസ്സായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 ഇയറായി ഞാൻ യൂസ് ചെയ്യുന്നു, ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ എപ്പിലേറ്റർ. ഇത് കണ്ടു കഴിഞ്ഞ ഒരു മൗസിൻ്റെ ഷേപ്പൊക്കെയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു എപ്പിലേറ്റർ. ഇതിൻ്റെ ഹെഡ് നമുക്ക് മാറ്റാൻ പറ്റും. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഊരിയെടുക്കാൻ കിട്ടും. അതുപോലെ ഇത് ഫിറ്റ് ചെയ്യാനാണെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് 2 സ്പീഡ് ഉണ്ട്. 1-ലിട്ടിട്ട് നമുക്ക് തിൻ ഹെയറിന് യൂസ് ചെയ്യാം, 2-ലിട്ടിട്ട് നമുക്ക് തിക്ക് ഹെയറിനും. ഇതുപോലത്തെ ഒരു കേബിൾ വരുന്നുണ്ട്. ഇത് കോഡഡ് ആയിട്ടുള്ള എപ്പിലേറ്ററാണ്. ഈ എപ്പിലേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇത് വയർലെസ് അല്ല, എന്നാൽ ഇന്ന് വയർലെസ് എപ്പിലേറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് വാട്ടർ പ്രൂഫ് അല്ല. ഇതിൻ്റെ ഈ ഒരു സാധനം, ഈ ഹെഡ് മാത്രം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, ഹെഡ് വാഷ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഹെഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ക്യൂട്ട് ബ്രഷ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 ഹെഡ് ഉണ്ട്, ഇതുപോലെ ഒരു ട്രിമ്മർ ഹെഡ് കൂടി. അപ്പോൾ ഇത് വയർലെസ് അല്ല, അതുപോലെ വാഷബിളും അല്ല. ഈ ഹെഡ് മാത്രം നമുക്ക് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എപ്പിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷേവ് ചെയ്യുന്ന പോലെയല്ല, റൂട്ടോട് കൂടിയിട്ട് പറിച്ചെടുക്കും. അപ്പോൾ ഈ എപ്പിലേഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ലൈക്ക് ട്വീസേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. റൂട്ടോട് തന്നെ പറിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എപ്പിലേറ്റർ കോഡഡ് ആയ കാരണം പ്ലഗ് ഇൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതുപോലെ ഇതിന് 2 സ്പീഡുണ്ട്. തിൻ ഹെയറിന് 1ഉം തിക്ക് ഹെയറിന് 2 ആണ്. ഞാൻ കയ്യിലെ രോമമാണ് ആദ്യം റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 1-ലിട്ടിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകി ഡ്രൈ ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മുടെ സ്കിന്നിനോട് 90 ഡിഗ്രി ആംഗിളിൽ പിടിക്കുക. എന്നിട്ട് ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വാക്സ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇൻഗ്രോൺ ഹെയർസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ എപ്പിലേറ്റ് ചെയ്യുന്ന ഭാഗം എപ്പോഴും നല്ല ക്ലീനായിട്ടും നീറ്റായിട്ടും എപ്പിലേറ്റ് ചെയ്യുക. ഇതിനൊരു 95% ഹെയറും റൂട്ട് അടക്കനെയാണ് പറഞ്ഞു പോരുന്നത്. ബാക്കി ഒരു 5% ഹെയർ പോരുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എൻ്റെ കാലിലെ ഹെയർ നല്ല തിക്കായിട്ടുള്ള ഹെയറാണ്. അപ്പം നമുക്കിനി കാല് കൂടി വാക്സ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ സ്പീഡ് 2-ലിട്ടിട്ടാണ് കേട്ടോ വാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ താഴത്തേക്കാണ് രോമത്തിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് കൊണ്ട് താഴത്തുനിന്ന് മുകളിലേക്കാണ് ഞാൻ എപ്പിലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഡിസ്ക് ലൈക്ക് സ്പീസേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഷേവ് ചെയ്യുന്ന പോലെയല്ല, കറക്റ്റ് റൂട്ട് അടക്കനെ പറഞ്ഞു പോരാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചൊക്കെ പെയിൻഫുള്ളായിരിക്കും.
പക്ഷേ എനിക്ക് വാക്സിങ്ങിനേക്കാളും പെയിൻ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ട്വീസർ ഇങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് പെയിൻ കൂടുന്നത്. അതേസമയം നമ്മുടെ സ്കിന്നിനോട് ക്ലോസ് ആയിട്ട് നമ്മളിത് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും പെയിൻ ഇല്ല. അതുപോലെ 90 ഡിഗ്രിയിൽ നേരെ പിടിച്ച് നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം കേട്ടോ ചെയ്യാൻ. കണ്ടില്ലേ, എൻ്റെ ഒരു കാലിലെ ഹെയറാണ് ഈ കാണുന്നത്. ഇതിൽ ഒരു 95% ഓഫ് ഹെയറും റൂട്ട് അടക്കനെയാണ് പറഞ്ഞു പോന്നിട്ടുള്ളത്. പക്ഷേ ഒരു 5% നമുക്ക് എപ്പോഴും പൊട്ടിപ്പോരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു ഐസ് ക്യൂബ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ്, അതായിരുന്നു നമ്മുടെ എപ്പിലേറ്റർ വെച്ചിട്ടുള്ള ഹെയർ റിമൂവൽ. ഞാനിത് ഏകദേശം 1 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കൈ മാത്രമല്ല അണ്ടർആംസ് എപ്പിലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ബിക്കിനി ലൈൻ ഞാൻ എപ്പിലേറ്റ് ചെയ്യാറില്ല, പക്ഷേ കാലിൻ്റെ ഇവിടെയുള്ള രോമങ്ങൾ മുഴുവൻ ഞാൻ കളയാറുണ്ട്. ബിക്കിനി ലൈൻ എപ്പിലേറ്റ് ചെയ്ത കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനത് ട്രിം ചെയ്ത് കളയാറാണ് ചെയ്യാറ്. പക്ഷേ അണ്ടർആംസ് ഞാൻ എപ്പിലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ കൈ മുഴുവൻ ഞാൻ എപ്പിലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ പെട്ടെന്നൊരു സാരി കൊടുക്കുമ്പോൾ ഒന്ന് വയറ് കാണും, അങ്ങനത്തെ അവസരങ്ങളിൽ വയറിൽ എപ്പിലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ കാല് മൊത്തം ചെയ്യാറുണ്ട്, കൈ മൊത്തം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പെയിൻഫുൾ ആണോ എന്ന് റിവ്യൂസിലും കണ്ടു. ചോര വന്നു, മറ്റേ ഇത് തട്ടിയിട്ട്. ഇത് ഭയങ്കര സേഫാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഭാഗത്തടക്കം ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു ഹെയർ, അതുപോലെ എൻ്റെ മുഖത്തടക്കം ഫേസിലടക്കം ഞാൻ എപ്പിലേറ്റ് ചെയ്യാറുണ്ട്. ഫേസിലെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സ്ഥലം ഈ ഭാഗമാണ്. നമ്മുടെ അപ്പർ ലിപ്സിൻ്റെ അവിടെ ചെയ്യാൻ കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഈ ഭാഗം മാത്രമാണ് എനിക്ക് ഭയങ്കര ട്രിക്കി ആയിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ നമുക്ക് അതും കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഭാഗമൊക്കെ ഞാൻ ചെയ്യാറ്. പക്ഷേ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഐബ്രോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പകരം ഇവിടെ നിന്ന് ഇവിടെയുള്ള ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെയറാണ്. എൻ്റെ കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒക്കെ നല്ല തിക്കായിട്ടുള്ള ഹെയറാണ്. പിന്നെ ഓരോരുത്തർക്കും ആ ഒരു വേദന സഹിക്കാനുള്ള കപ്പാസിറ്റിയിൽ കുറവുണ്ടായിരിക്കും. ഞാൻ പൊതുവേ വേദന സഹിക്കാനുള്ള കപ്പാസിറ്റി ബാക്കി എല്ലാ കാര്യത്തിലും കുറവാണെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഹൈ കപ്പാസിറ്റിയാണ്. ഞാൻ വാക്സ് ചെയ്യാറില്ല, ഞാൻ തന്നെത്താനാണ് വാക്സ് ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് വാക്സ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ബീഡ് വാക്സ് ചെയ്യാറുണ്ട്. മറ്റ് വാക്സ് ചെയ്യുന്നതിനേക്കാളും സ്ട്രിപ്പ് വെച്ചിട്ട് വാക്സ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ബീഡ് വാക്സ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ എനിക്ക് എപ്പിലേറ്റർ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. എനിക്ക് എപ്പിലേറ്ററാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് എപ്പിലേറ്ററാണ്. ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വാക്സിങ്ങിൻ്റെ അത്രയും പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അത്രയും പെയിൻഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ റെഡ്നെസ് ഒക്കെ കുറവായിട്ട് ഫീൽ ചെയ്തത് വാക്സിങ് ചെയ്യുന്നതിനേക്കാളും. കുറച്ചും കൂടി വാക്സിങ് ശരിയാണ്, കുറച്ചൊരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരും. അപ്പം നമ്മളിത് പക്ഷേ ഇതിങ്ങനെ വെച്ചെടുക്കണം. പക്ഷെ നമ്മളത് വെക്കുന്നതിൻ്റെ രീതിയും കാര്യങ്ങളും, പിന്നെ അത് മാത്രമല്ല ഹെയറൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് പോരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറ്റിക്കുറ്റികളിൽ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് അത് കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നേരം വൈകുമ്പോൾ നമുക്ക് ദേഷ്യം വരുമല്ലോ. അപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രം അതങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാര്യമായി കൃത്യമായി വൃത്തിയായിട്ട് ഇരുന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല ഫിനിഷിംഗ് ആണ്. ടൈം നമുക്ക് ചെയ്യുന്ന അത്രയും പെയിൻ നമുക്ക് സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ഫീൽ ചെയ്യില്ല. എനിക്ക് ചെയ്ത് അതിൻ്റെ ഇത് അളവ് കുറഞ്ഞാണ് വന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ നോർമലായിട്ടാണ് എപ്പിലേറ്റ് ചെയ്യുന്നത്. എനിക്കങ്ങനെ ഭയങ്കര ഫീലിങ്സ് ഇല്ല. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ സൂചി എടുത്ത് കുത്തി വെക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് പോരാണല്ലോ. അത് പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് പേടിച്ചിട്ട് നമ്മൾ ഈ സാധനം 90 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ശരിക്കും ഇതിങ്ങനെ ഒരു സ്ക്രാച്ച് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് വലിക്കുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ പെയിൻ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏകദേശം ഒരു പ്രാവശ്യം വാക്സ് ചെയ്യണ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു എപ്പിലേറ്റർ മേടിക്കാം. അതിപ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അണ്ടിൽ ദെൻ ബൈ.